കർത്താവ് ഈശോയെ, ഒരു പ്രഭാതം കാണുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോട് ഈശോ നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രത്യേകിച്ച് മൈക്കിളിനെയും അതുപോലെ കരോളിനെയും അങ്ങയുടെ പൊൻകടയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാകരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബോസിനെയും അവരുടെ കുടുംബത്തെയും ബൗച്ചറിനെ അവരുടെ കുടുംബത്തെയും ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കുകാരാകുന്ന എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിനോട് മാതാവേ, അപേക്ഷിക്കാതെ കേട്ടണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. So heavy to whisk us away like it did. You were the captain who steered us to safety without ever breaking a sweat. Hope is gone, we're not to blame. Though it's wrong, it feels the same. If we're 100 feet beneath the deepest sea, we're at the mercy of the tide. No matter where we are, whether you're near or far, I'll be forever on your side. With you, the only thing out of the question is turning your back on what's right. We went to the bottom, took hold of the rope, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാതത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി അവൻ ഞാനുണ്ടാക്കും എന്നരളിച്ചതുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ.
കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനും കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളും ആശംസകളും നൽകി ഞങ്ങളെ സദയം അനുഗ്രഹിക്കണമേ. മക്കളെ അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എത്രയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോട് വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവരെങ്കിലും അപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യാകുമാരാജ്ഞി, ദയുള്ള മാതാവേ, വിശ്വാസത്തോട് അങ്ങേ തൃപ്പാദങ്ങൾ ഞാനേനോ ഗുണമണ്ഡലോട് ഭാവിയായ ഞാനങ്ങന്റെ ആധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളമേ. ആമേൻ. What good's a memory without you there with me? The morning sun ain't the same without you here. You are the summer breeze, the wind blowing through the trees. You make the loneliness all just disappear. Nothing replaces your touch, never stop believing in us. They try to break us, but we stand strong in love. There'll be no distance too far. I gotta be where you are, right where you are, yeah. I don't wanna face this world alone. Without you by my side, you're the only one that makes it feel like home. I need you in my life. When you're not around, I'm feeling like a piece of me is missing. When it feels like the day is closing in, somehow I found the faith to make it through. When I'm with you, when I'm with you, when I'm with you, you. When I'm with you, what good's a photograph if you're not in the other half? Why even dream if I'm not dreaming of you? You make me a better man, promise I'll do all I can. Your love keeps bringing me closer to the truth. Nothing replaces your touch, never stop believing in us. They try to break us, but we stand strong in love. There'll be no distance too far. I gotta be where you are, right where you are, yeah. Where you are. I don't wanna face this world alone. Without you by my side, you're the only one that makes it feel like home.
സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി സ്നേഹപൂർവം പ്രതീക്ഷയോടെ അതിലേറെ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി തമ്പുരാന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന മിഖായേലിനെയും കരോളിനെയും ഒത്തിരി സ്നേഹത്തോടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുക ബഹുമാനപ്പെട്ട ഡേവിസ് ചെറുമലച്ചനും ജോജു കോക്കാട്ടച്ചനുമാണ്. ചെറുമലച്ചനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള അച്ഛനാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലും അച്ഛൻ ഒത്തിരി തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ സ്നേഹത്തെ പ്രതി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ഡേവിസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മിഖായേലിൻ്റെ റിലേറ്റീവ് കൂടിയായിട്ടുള്ള ജോജു അച്ഛനും നമ്മോടൊപ്പമുണ്ട്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് ദേവാലയത്തിലുള്ള മിഖായേലിൻ്റെയും കരോളിൻ്റെയും എല്ലാ ബന്ധുമിത്രാദികളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ നിയുക്ത ദമ്പതികളെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സന്നിധിയിൽ ദൈവം തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനും അതുപോലെ തന്നെ തിരുസഭയുടെ മുൻപാകെ ഒരു പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ മനസ്സിന്റെ സമ്മതവും ഇവരാരംഭിക്കുന്ന കുടുംബജീവിതത്തിലും ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഭക്തിപൂർവ്വം ഈ ദമ്പതികളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് സംബന്ധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവനങ്ങളാൽ ഈ വധുവരന്മാരെ സമ്മതരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നന്ദി പ്രകാശിക്കുവാൻ കഴിയാത്തതുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയും എന്റെ സ്ഥലത്തിന്റെയും നാമം സൃഷ്ടാവുന്നു. പരിശുദ്ധാത്മാവായ സർവീശ്വരായ തിരിതെളിച്ച വിവാഹമെന്ന ഉദാസനയിലേക്ക് നടന്നു കയറുന്ന വിശുദ്ധ നിമിഷങ്ങളാണ്. ഈശോയെ ഇവരുടെ കുടുംബജീവിതത്തെ പ്രകാശത്താൽ നടക്കണമേ, ഈശോ കൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച മിക്കായിലും നേരവും സന്തോഷപൂർവ്വം ഈശോയെ മനസ്സിൽ ധ്യാനിച്ച കുടുംബജീവിതത്തിലേക്ക് ഈശോയെ വിളിച്ച ഈ തിരിതിരിക്കൽ ക്രമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞങ്ങളുടെ കർത്താവായ
അത് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മസ്നേഹങ്ങൾക്ക് പോയിരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ പകരണമേ. നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നത് അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ. എന്റെ സഹോദരനെ, വിശുദ്ധ പത്രോസിന്റെ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടുകളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന മനുഷ്യരക്തം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാര അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിട്ടുണ്ടല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ പ്രകൃതിയുടെ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഫരീസയർ അടുത്ത് ചെന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? ഈശോ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായിരിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട മിഖായേലിന്റെയും കരോളിന്റെയും മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന മിഖായേൽ കരോൾ. ഞങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ പോയി നോക്കിയപ്പോൾ കാണാൻ ചെയ്യാത്ത അവസ്ഥയിലായി. പിന്നീട് ഞങ്ങളിങ്ങനെയാണ് തുടക്കം വെച്ച് തുടക്കം. അന്ന് നിങ്ങൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല, ഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോ നിങ്ങൾ എങ്ങനെയായി, എങ്ങനെ ഇങ്ങനെ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കണം. നിങ്ങളുടെ അമ്മമാർക്കൊന്നും അറിയില്ല, എന്തുണ്ടെന്ന പേര് പിന്നെ കണ്ടു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു എല്ലാം. ആ ദൈവത്തെ മനസ്സിലാക്കലാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡ്, അതാണ് വിവാഹം. പരസ്പരം മനസ്സിലാക്കുക. അപ്പോൾ ഈ ദിവസം ഇപ്പോ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അല്ല, പിന്നിപ്പോ സങ്കടമാണെന്ന് പറയാനില്ല. ഇപ്പോൾ സന്തോഷം.
മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്നെ മനസ്സിലാക്കുന്ന, പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാള് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ചിരിക്കാൻ പറയുന്നുണ്ടോ? നിന്നെ മനസ്സിലാക്കുന്ന, അതാണ് എനിക്ക് അറിയോ? പിന്നെ പരസ്പരം അറിയുന്നതാണ്. അപ്പൊ കലകളെ കുറിച്ച് വല്ല കാര്യം അറിയോ? മിക്കാലും എവിടെ രണ്ട് കുട്ടികളെ സ്ഥിതിക്കുന്നതാണ്. അപ്പോ ആദ്യം പറയുന്നത് പരസ്പരം മനസ്സിലാക്കണം. കുറച്ച് കഴിയുമ്പോ ഈ മനസ്സിൽ ആക്കലില്ല, മനസ്സിൽ ആക്കലില്ല, ഉള്ളിലാണ്. കുറവുകളുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പോഴാണ് ഈ മനസ്സിലാക്കൽ വേണ്ടി എല്ലാവർക്കും കുറവുണ്ട്, പോരായ്മകളുണ്ട്. അപ്പോഴാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അണ്ടറിൽ നിൽക്കണം. അണ്ടർസ്റ്റാൻഡിങ് താഴെ നിൽക്കാൻ, താഴെ നമ്മൾ നിൽക്കില്ല, ഒക്കെ മുകളിൽ നിൽക്കുന്നു. അവിടെ പോയി ഈ താഴെ നിൽക്കാനൊക്കെ എപ്പോഴും താഴെ നടന്നിട്ടുണ്ടെങ്കിൽ വീടാത്തിരിക്കുന്നു. ഈ മുകളിലേക്ക് വീണെങ്കിൽ കൈകാലം താഴെ നിൽക്കണം. മാതാവ് താഴെ മാലാഖമാരുടെയും മനുഷ്യന്റെയും ജാതിയാണ്. എന്നിട്ടും മാതാവിന്റെ സൗന്ദര്യം താഴെ നിൽക്കലാണ്, താഴ്മയാണ്. ഒരു സ്ത്രീയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഭംഗി കണ്ടിട്ടില്ല, അത് കുറച്ചു നേരത്തിൽ ഭംഗിയിലൊക്കെ അത്രയോളം ആമേൻ. അത് ഒരു സ്ത്രീയെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അവളുടെ താഴ്മ കണ്ടിട്ടാണ്. അതില്ലാത്തവളെ ആരും ഇഷ്ടപ്പെടില്ല. കാശ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും, വല്ല കഴിവുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. ശരിക്കും ഇഷ്ടപ്പെടുന്നത് മാതാവിന്റെ കാര്യമാണ് പറഞ്ഞ, സ്ത്രീ എന്ന് പറഞ്ഞ വേറെ കാര്യം നമ്മൾ ആലോചിക്കണ്ട. മാതാവിന്റെ ലോകത്തിലെല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം മദർ തെരേസ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം ബ്യൂട്ടി അല്ല, സമ്പത്തല്ല, അധികാരമല്ല, കഴിവല്ല. അതുകൊണ്ട് ആ താഴ്മയുള്ള മനസ്സ് നിനക്ക് താഴ്മയില്ലെങ്കിൽ പോലെ നമ്മൾ കുറേ എന്തെങ്കിലും കാട്ടിക്കണം. പക്ഷെ മനസ്സിനൊരു സുഖമില്ല. ഇത് നല്ലൊരു അവസരം, ഇപ്പൊ കേൾക്കാൻ പറ്റിയ നല്ല സമയം. എന്തെങ്കിലും ഇരുന്നത് കുറച്ചു വേണമെങ്കിൽ അയ്യോ നേരല്ലടാ നല്ലിരിപ്പാ, നല്ലിരിപ്പാണ്, നല്ലിരിപ്പ്. ഇത് നല്ല സമയമാണ്. ഇതിപ്പോ ഓഡിയോ മാർച്ചാണ്. മാർച്ച് 27 മാസം നവംബറാണ്. അല്ല, നിങ്ങളുടെ ഓഡിയോ മാർച്ച്. ഇനി സെന്റ് ഗോ എന്ന് പറഞ്ഞാൽ പറ്റും ഓപ്ഷൻ. ഓഡിയോ മാർച്ച് എപ്പോഴാ കെട്ടിച്ച കേട്ടോ പറഞ്ഞ ഓഡിയോ മാർച്ച്. ഞാൻ അച്ഛൻ താഴെ കിട്ടും സെന്റ് ഗോ ഒപ്പളം പറയുന്നത് ഓഡിയോ മാർച്ച്. വളരെ സൂക്ഷിച്ച് നിൽക്കണം. കാരണം PTUCക്ക് പറ്റി തെറ്റിയ PTUCക്ക് ആ സ്റ്റാർട്ട് പോയി. ആ സ്റ്റാർട്ട് പോയി. ആ ഒരൊറ്റ സെക്കൻഡ് പേര് ഒളിമ്പിക്സിൽ മെഡൽ പോയിടാ. സംഭവം സ്റ്റാർട്ടിങ് പോയി ചേർന്നത്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് പാടില്ല. PTUCക്ക് പോയി പറഞ്ഞ കാര്യം സ്റ്റാർട്ടിങ് പോകാൻ പാടില്ല. അപ്പൊ എളിമുണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. മൂന്നാമത് പറയുന്നത് പരസ്പരം വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ദൈവത്തെ മാത്രം. ആ ദൈവത്തെ 100% വിശ്വസിച്ചിരിക്കണം. നീ നിന്നെ വിശ്വസിച്ചിട്ട് പോരാ. 100% നീ നിന്റെ ഭാര്യയിലല്ല വിശ്വാസം അർപ്പിക്കേണ്ടത്,
നിങ്ങളുടെ ഭർത്താവിലല്ല, നിങ്ങളെ യോജിപ്പിച്ചതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യൻ യോജിപ്പിച്ചതല്ല, നിങ്ങളുടെ മനസ്സുകൾ തമ്മിലാണ് ഉണ്ടാകുന്നത്. എൻ്റെ ഡാഷ്, എൻ്റെ ഡാഷ് ഡാഷിലാണ് ഈ പൊരുത്തം എന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ടാകും. നീ ആഗ്രഹിക്കുന്നത് അവൻ ആഗ്രഹിക്കണം, അവൻ ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കണം. കടയിൽ പോയിട്ട് സാരി എടുക്കുമ്പോൾ പച്ച സാരി ഞാൻ അതെല്ലാം വിചാരിച്ചിട്ടുണ്ട്, അവർക്ക് നീ എന്നെ എടുത്തു എന്ന് പറയണം. പച്ച വേണ്ട, ചോപ്പെടുക്ക. അല്ല, പച്ചിഞ്ചി ശരിയാ, ചോപ്പെടുക്ക. എനിക്ക് പച്ച ചോപ്പെടുക്ക. നിങ്ങളുടെ പിന്നിൽ ഈ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവർക്കത് ഓർക്കുന്നില്ല. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിൽ ഒരു കാര്യം പച്ച. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മനസ്സ്, ഒരു അഭിപ്രായം, ഇതിനെ ദൈവം തന്നെ നിങ്ങളങ്ങനെ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് മറ്റാളെ കേൾക്കില്ല, മറ്റാളെ പറഞ്ഞ് ഇയാൾ കേൾക്കില്ല, കുട്ടികൾ കേൾക്കില്ല, നാട്ടുകാർ കേൾക്കില്ല. എൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഞങ്ങളുടെ മനസ്സുകളെ രണ്ടാക്കണം, ഒന്നാക്കണം. പിന്നെ ഒരാളെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം CBI ആയി കളിക്കില്ല, മറ്റാളെ കുറ്റം കണ്ടുപിടിക്കില്ല. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ കൂടെങ്കിലും കുറ്റം കണ്ടുപിടിക്കില്ല. കല്യാണം കഴിഞ്ഞവരെ ഒരു കുഴപ്പമില്ല. ഞാൻ സമ്മതം കഴിഞ്ഞിട്ട് വിളിച്ചു തരുന്നില്ല. ഇന്നാളിലെ മകൻ ഇന്നാളില്ല, കല്യാണം വിളിച്ചു തരില്ല. ഒരിക്കലും വെച്ചു വിളിച്ചു തരില്ല. 3 ഉണ്ടല്ലോ, അത് 2 ആക്കാൻ പറ്റും. അതിനെങ്ങനെ ഒന്നാക്കാൻ പറ്റും? അതിനെങ്ങനെയുള്ളത്? കെട്ടാൻ മുട്ടിയിട്ടാ കെട്ടാൻ മുട്ടിയിട്ടാണ്. അവന് 3 ആഴ്ച തിരിച്ചു പറ്റില്ല. വേഗം തോന്നുന്നു. ഞാൻ എന്റെ പൊന്നുമോനെ, ഈ 3 ആഴ്ച ആണ് നിന്റെ ഏറ്റവും നല്ല കണിക്കും കാലം. കാരണം 3 ആഴ്ച നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. ആ 3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും പറച്ചില്. ശരിക്ക് വേണ്ടത് സമ്മതം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. കല്യാണം കഴിക്കണമെങ്കിൽ നിൽക്കുന്നത് നല്ലത്. കാരണം പെൺകുട്ടിക്കാര് ചക്കൻ വീട്ടുകാർ വെച്ച് നല്ലത് മാത്രം പറയുള്ളൂ. ചക്കൻ വീട്ടുകാർ നല്ലത്, പെൺകുട്ടി നല്ലതിനെ പറയുള്ളൂ. എവിടെ വരെ കല്യാണം വരെ. അപ്പൊ നമുക്ക് കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷത്തോടെ വെക്കാം. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെ തന്നെ ഇതിന് വേറെ കഴിവൊന്നും വേണമെന്നില്ല. നേരത്തെ അച്ഛൻ പറഞ്ഞ എളിമ, മാതാവിനുണ്ടായിരുന്ന എളിമ. മാതാവ് തന്റെ ഭർത്താവ് സംശയിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ മാതാവ് അച്ഛനെ വിശ്വാസം നിർമ്മിച്ചത് ശക്തനായ ദൈവത്തിലാണ്. അവിടെ ശക്തനായ ദൈവത്തിൽ വിശ്വാസമാണ്. പിന്നെ പരസ്പരം പഴിചാരാൻ, കുറ്റം കണ്ടെത്താൻ, കുറ്റം വിധിക്കാനൊക്കെ പോയാൽ മോനെ ലൈഫ് ചളിമിടിയുണ്ടാകും. ചളിമിടിയുണ്ട്. പിന്നെ അവരുടെ തലക്കൂട്ടവും വഴക്കും ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര പ്രശ്നമില്ല. മിണ്ടില്ല, പിന്നെ മിണ്ടില്ല, അങ്ങനെ ഇവിടെ മിണ്ടില്ല. വീട്ടിൽ കണ്ടാലും മിണ്ടില്ല. അത് ചോറിനെ കൂട്ടാനോ വെച്ച് കഴിയും. പിന്നെ ബെസ്റ്റിൽ മിണ്ടില്ല. അത് ഒരു ദിവസം 2 മാസം ഉണ്ടാക്കാറില്ല, അങ്ങനെ മിണ്ടില്ല. പള്ളിയിൽ പോയിട്ട് അവസരപ്പെട്ട വന്നു. പള്ളിയിൽ കയറി ഭാര്യ അതിനൊക്കെ 10,000 കൊടുത്ത് അരിയിലിങ്ങനെ മാറ്റി തപ്പിയുമുണ്ട്. അപ്പോ മാറ്റിരി നോക്കി കുട്ടികളെ തപ്പണം. അങ്ങനെ പറഞ്ഞു കൈക്കോട്ടെടുത്ത് തെങ്ങിലാണ് വച്ചിട്ട് അവിടെ പണ്ട് വന്നത്. അതിലെനിക്ക് പിള്ളേരെ പുസ്തകം തുറക്കുമ്പോൾ അതിൽ മറച്ച് നോക്കുക, ബൈബിൾ മറച്ച് നോക്കുക. 2 മണിക്കൂർ ഈ മനുഷ്യൻ തമ്മിൽ കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റി ചോദിച്ചു, എന്തുകൊണ്ട് കിട്ടി എന്ത് നിന്റെ ശബ്ദം 2 മാസം വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വാശി പിടിക്കാൻ തല്ലുണ്ടായി അഹങ്കാരം കാണിക്കാൻ. ഈ വെച്ചുള്ള കാര്യങ്ങളൊന്നും നല്ലതല്ല. വെച്ചുള്ള കാര്യം വെച്ചുള്ള കാര്യമല്ല, വെച്ചുള്ള കാര്യം. വെച്ചുള്ള കാര്യം ആദ്യത്തത് വെച്ചുള്ള കാര്യം നല്ലതല്ല. രണ്ടാമത് വെച്ചുള്ള കാര്യം ആർത്തി നല്ലതല്ല. മൂന്നാമത് വെച്ചുള്ള കാര്യം അഹങ്കാരം നല്ലതല്ല. പിന്നെ വെച്ചുള്ള കാര്യം അത് ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. എന്തായിരിക്കും
അസൂയ. എന്താ പറയുക? മനസ്സിലായോ? ഈ സാധനങ്ങളുടെ ഏറ്റവും വലിയ കൊറോണ വൈറസ് അസൂയ. അസൂയ ഇഷ്ടപ്രകാരം നിന്റെ മേഖലയിൽ വരും, നിങ്ങളുടെ മേഖലയിൽ വരും. അസൂയ, ആരോടും അസൂയ. മാതാവിന് ആരോടും അസൂയ. ആർക്കും അസൂയ. മാതാവിനെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിർത്തുന്നത്. മാതാവിനെ കൊണ്ട് നിങ്ങൾ ചെയ്യുക. ആ മനസ്സ് അതിന്റെ പേരൊക്കെ അറിയാം. നന്മ പറയും. ഏത് നന്മ പറയും? കേട്ടാ, നന്മ തരുന്നത് അറിയാം. മോനെ, അതാണ് ഏറ്റവും നമ്മുടെ കഴിവുകൾ കണ്ടിട്ട്, നമ്മുടെ കഴിവ് സമ്പത്ത് ആരോഗ്യം കണ്ടിട്ടുള്ള സ്നേഹിക്കുന്നതല്ല പോലെ സ്നേഹം. നമ്മുടെ ഒരു ചക്ക, ഈ ചക്കനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാരണം എന്താ? നല്ല പച്ച കളറടച്ചോ കളർ കണ്ടല്ല, നല്ല മുള്ളടച്ചോ മുള്ള കണ്ടല്ല, നല്ല ചോളയടച്ചോ ചോള കണ്ടല്ല, നല്ല കുരു കണ്ടല്ല, എന്തുകൊണ്ട് കണ്ട ചക്കനെ ചോറ് അത് തിന്നുമ്പോ നല്ലൊരു രുചിയുണ്ട്. അത് കണ്ടിട്ടാണ് ചക്കന ബെസ്റ്റ് ചക്കണ്ട എന്നൊക്കെ പറയാൻ പറയണ്ട. നിങ്ങൾ പോണോടത്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ? അപ്പോ നിങ്ങളെ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം നല്ല ടേസ്റ്റാണ്. ഏത് കറിയല്ല, നിങ്ങളുടെ ജീവിതം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തമ്പുരാന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഞങ്ങൾ തമ്പുരാന് പ്രിയപ്പെട്ടവരായി ചെയ്യുന്നത്. ഈ ലോകം മുഴുവനും കള്ളവും ചതിയും വഞ്ചനകളും നടത്തുന്ന ലോകത്താണ് നിങ്ങൾ. ഈ ലോകത്ത് നിഷ്കളങ്കരായി, നിർമ്മലരായി, സത്യസന്ധരായി, ദൈവഭക്തിയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ, ഈ അച്ഛനും ഞാനൊക്കെ ഈ കെട്ടിന് വന്നിട്ട് പോയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചുകൂടാ പോലെ നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും അറിയാമോ, മക്കള് നല്ല ദൈവഭയമുള്ള മക്കൾ, എഴുതിയുള്ള മക്കൾ എന്ന് പറയണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേരും ചെറിയ സന്തോഷം. തമ്പുരാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നതിന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നന്മ മാത്രം നിറഞ്ഞു. തെറ്റുകൾ കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ 4 അക്ഷരം മനസ്സിലുണ്ടാകും. തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടാകും. 4 ആൽഫബറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഏതാ 4 ആൽഫബറ്റ്? യെസ്, നോ, അതല്ല, യെസ്, ഓ, ഓ, ആർ, വൈ. എന്താണ് എന്താണ് പറഞ്ഞു? എസ്, ഓ, ഓ, ആർ, വൈ. എന്താണ്? സോറി പറയാൻ എളുപ്പമല്ല. പറയാൻ പോലെ ചെറിയൊരു മനുഷ്യരുടെ ചിലരൊക്കെ പറഞ്ഞ മാറും പറയുന്നത്. ഞാനിപ്പോ വേണ്ട അതൊരു വാക്ക പറഞ്ഞ് പഠിക്കുന്ന തീർച്ചൂടെ ഇതോടെ പറഞ്ഞ വാക്ക പറയുന്നത് 10-25 വർഷമില്ലേ അച്ഛൻ പറഞ്ഞേ സോറി പറയണ്ടേ? എന്റെ പട്ടി പറയും, പട്ടിനെ പഠിപ്പിച്ചോ പട്ടിനെ പഠിപ്പിച്ചോ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് മക്കളെ രണ്ടുപേരും നിങ്ങൾക്ക് ചെറുപ്പമാണ് സോറി പറയാൻ മതി കാണിക്കുന്നത്. അതാണ് തമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ളത്. തെറ്റുപറ്റുന്നത് ചിന്തിക്കാൻ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളുടെ കൂടെയാണ്. പരസ്പരം തെറ്റുപറ്റുന്നു പറയുക, തുറന്നു അങ്ങനെ തുറവിയുള്ള പരസ്പരം മനസ്സിലാക്കുന്ന മനപ്പൊരുത്തമുള്ള കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണെന്ന് നിങ്ങൾ ഈ അച്ഛന്മാർക്കും മാതാപിതാക്കൾക്കും പറയത്തക്ക രീതിയിൽ ഇന്നു മുതലേ നിങ്ങൾ ഉരുക്കുക, മനസ്സിനെ ഉരുക്കുക. 2 പേര് രാത്രി ഇരുന്നിട്ട് നിങ്ങൾക്ക് പറയാം. അച്ഛൻ പറഞ്ഞേ നീ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് അവരുടെ ഇവിടെ കുറേ ആൾക്കാരുടെ ജീവിതങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അവരുടെ ജീവിതങ്ങളിൽ നന്മയായിട്ട് പഠിച്ചെടുത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ ഇടവരുത്തണം. കാരണം കേട്ടല്ല സന്തോഷം കൊണ്ട് അങ്ങനെ പറയണം. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ മാതാപിതാക്കൾക്ക് എല്ലാം പ്രാർത്ഥനയാണ്. ചില്ലറ പണിയെടുത്തിട്ടുള്ളൂ ഇപ്പൊ വീട്ടിനൊക്കെ എളുപ്പമല്ല മക്കളെ. പഠിക്കും ഈ പരിപാടി
നിങ്ങൾക്കറിയില്ല എന്തോരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് അവർക്ക് കൊടുത്തു കിട്ടാൻ പരിശ്രമിക്കുക. കർത്താവിൻ്റെ കൃപയും സ്നേഹവും സംരക്ഷണവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ജനാധി പങ്കുക അവത്തിനും എളിമ എപ്പോഴും ഉണ്ടാകും. പൊങ്ങച്ച വെരി ഡേഞ്ചറസ് വൈറസ്. പൊങ്ങച്ച അച്ചപ്പം കുഴപ്പമില്ല, പക്ഷെ പൊങ്ങച്ച ഉള്ളതാണ്. വേണ്ട സാധാരണ മനുഷ്യർ എളിമയുണ്ട്. തമ്പുരാൻ ഇഷ്ടപ്പെട്ടവരായില്ല. അപ്പം കെട്ടുത്ര ആ കെട്ടിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളിനി ആദ്യം നടത്താം. ഒന്നാണ് മനസ്സൊന്നാണ്, ശരീരം ഒന്നാണ്, അഭിപ്രായം ഒന്നാണ്, ആഗ്രഹം ഒന്നാണ്. അതുപോലെ ചിന്തിച്ച് ഈ ലോകത്തിന് കർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാവുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹം പ്രകാശമായി എഴുതുന്നതിനു വേണ്ടി കർത്താവേ ദൈവമാരുടെ കൃപയുണ്ടാകണമേ പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവ്വമായി ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയങ്ങളിലായി സകലരെയും ക്ഷണിക്കുന്ന വിശുദ്ധമായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയതയുടെ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ വേദിയിൽ കെട്ടിപ്പിടിച്ച് വിശുദ്ധമായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തന്റെ സാന്നിധ്യത്താൽ വിശുദ്ധമായി എന്റെ സഹായങ്ങൾ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാപരമായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാമങ്ങളുടെയും പിതാവിനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതത്തെ വിജയകരമാക്കി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയുമാറാകട്ടെ. ഇവരെ അനുഗ്രഹിക്കുകയും ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ കൂദാശ യോഗ്യതയോടെ പരിപാലനം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സത്യം നൽകിയ കർത്താവേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യമാരാക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിഖായേൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കാരണിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മിഖായേലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. രണ്ട് സാക്ഷികൾ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. മിഖായേൽ, കാരൽ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്തിരിക്കുക. സ്വയം കൂടി അനുഭവിക്കണമെന്ന് പ്രാർത്ഥിച്ച വിവാഹത്തിന് നമുക്ക് ആശീർവദിക്കാം. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ
മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിക്കുന്ന ഈ താലിയെ ആശീർവദിക്കണമേ. വിശ്വാസത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു, പൊങ്ങി മുഴങ്ങുന്നു. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും
എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥ, നിത്യം ആരാധനാ സ്തുതി നാഥ. ഈശോയെ, ഈ വിശുദ്ധ തിരുക്രമങ്ങളിൽ പങ്കുചേരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈ ദിനത്തിൽ പ്രത്യേകമായി മിക്കായേലിനെ, കാരലിനെ ഞങ്ങൾ തമ്പുരാന്റെ കരങ്ങളിലേക്ക് വരവേൽപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കൃപകളാൽ നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ആശീർവാദത്താൽ ഇവരുടെ കുടുംബജീവിതത്തെ ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധമ്മയുടെ സഹായം കൊണ്ട് ഐശ്വര്യപൂർണ്ണമാക്കണമേ. കാവൽ മാലാഖമാരുടെ സംരക്ഷണം നൽകണമേ. സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ ശക്തിയാൽ ഇവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ കൂദാശ സ്വീകരണത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണയുടെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണയും പ്രാർത്ഥനകളും ഇവരെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിക്കയിലും കയറും തലകുലിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുക. തമ്പുരാനെ, ഈ ആശീർവാദത്തിന്റെ കൃപകളെ മക്കളിലേക്ക് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച നമുക്ക് ഓരോരുത്തർക്കും ഈ ആശീർവാദം തീക്ഷ്ണതയോടെ സ്വീകരിക്കാം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കർത്താവേ, വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടെ ഐശ്വര്യപൂർണ്ണമാക്കുകയും
നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണിമറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണയാൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. Woke up whistling like the wind blows, looking out my window just to see the shine. Baby, you might call it crazy how I'm acting lately, skipping through the sky. I see so clearly why I'm always feeling free. So I sleep when my dreams look like reality. Don't it feel like 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 I know where the greener grass grows. You'll just have to follow to the other side. So let's go tiptoe on a tightrope. Falling's only natural. Just spread your wings and fly. You'll see so clearly why I'm always feeling free. So I sleep when our
ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിനം മനോഹരമാക്കുന്നതിന് ഈശോയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ കാരലിനെ ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. ഈശോയെ, ഈ മകളെ വലിയ സമ്മാനമായി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മിഖായേലിനെ, ഭാര്യ കാരലിനെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ കഴിഞ്ഞ് ഭവനത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച് അവരുടെ കുടുംബജീവിതം ഈ ഭവനത്തിൽ ആരംഭിക്കുന്നു. ഈശോയെ കൂടെ ആയിരിക്കണമേ, അവരുടെ മാതാപിതാക്കന്മാരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തെ മനോഹരമാക്കണമേ എന്ന് തിരുസന്നിധിയിൽ യാചിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട മകളെ ഈശോയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയെ, മകളിലേക്ക് കൃപ ചൊരിയണമേ. പരിശുദ്ധമ്മേ, ആ മകളെ സഹായിക്കണമേ. കാവൽ മാലാഖമാരെ സംരക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥനാ ശക്തിയാൽ കരുതൽ നൽകണമേ. ഇന്ന് ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തെ പ്രത്യേകമായ ആശീർവാദത്തെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. വിവാഹമെന്ന കൂദാശ കഴിഞ്ഞ് ഈ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ ആദ്യമായി ഈ ഭവനത്തിൽ ആശീർവദിക്കുന്നു. കുടുംബജീവിതം ആരംഭിക്കുന്ന ഇവരിലേക്ക് ഈശോയുടെ അനുഗ്രഹം നൽകണമെന്ന് യാചിച്ച ഈശോയുടെ ആശീർവാദം തിരുസന്നിധിയിലെ യാചിക്കും. നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം മിഖായേലിനും കാരലിനും നൽകപ്പെടുന്നു. യേശുനാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Ladies and gentlemen, love is patient, love is kind. It always protects, always trusts, always preserves. Love never fails. Hearty welcome to everyone present here today to this wonderful occasion. യെസ്, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യവും നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ ഉള്ള പോലെയല്ല, നമ്മളിന്നൊരു ഡിഫറെൻറ്റ് എൻട്രി ആണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ആ സർപ്രൈസ് എന്താണെന്ന് കാണാം അല്ലേ? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ I would like to invite Miku's younger sister, Dr. Monica, had completed MBBS from MGM Medical College. And Carol's younger brother, Charles Matthew, had completed engineering from St. Francis College, Mumbai. Ladies and gentlemen, give a huge round of applause for this wonderful and beautiful Monica and Charles. Yes, നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, നല്ലൊരു കൈയ്യടി നൽകിക്കേ. On the stage, Miku's father, Mr. Boss Joseph. He's a successful businessman
He's running a travel agency in Mumbai, and his better half, Princey Boss, she's a homemaker. Yes, ladies and gentlemen, give a big round of applause for this young couple. Yes, nallൊരു കൈ നൽകി ആന്റിക്ക് അങ്കിളിന്. Mikko and Carol, your wedding is over. Marriage എന്നൊരു ബിഗ് ചേണിയിലേക്ക് രണ്ടുപേരും കടന്നിരിക്കുകയാണ് അല്ലേ? ട്രൂ ലവ് നെവർ എൻഡ്സ് അല്ലേ മിക്കോ? യെസ്. അപ്പോൾ എന്നും ഈ ഒരു സ്നേഹം ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. മിക്കോനോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അടിച്ചു പൊളിച്ചോളാൻ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു ഫോമൽ ഫംഗ്ഷനേക്കാൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വെഡിങ് സെലിബ്രേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ക്യാൻഡിൽ ലൈറ്റ് സെറമണിയിലേക്ക് കടക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ബ്രൈഡ് ആൻഡ് ഗ്രൂം along with the family members to grace the candle light ceremony. Candle light ceremonyക്ക് വേണ്ടി മിക്കുവിനെയും കാരലിനെയും ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് പ്രയറിന് വേണ്ടിയിട്ട് വേദിയിടിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദറിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോഹരമായ സായം സന്ധ്യയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. ആരും വൈകിയിട്ടില്ല എന്ന വലിയ അറിവോടെയും ബോധ്യത്തോടെയും ഈ സെലിബ്രേഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കാര്യമായാലും ആദ്യം ദൈവത്തെ വിളിച്ച് മുകളിൽ അനുഗ്രഹം തരുന്ന ആളെ വിളിച്ച് ഓർക്കുക എന്നുള്ളത് ഈ കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതിവിടെയും നമ്മൾ വിളിച്ചോതുകയാണ്. നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് സന്തോഷത്തിനൊക്കെ കാരണമായിട്ട് നിൽക്കുന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവമേ കൂടെ ആയിരിക്കണമേ, ഈ ആഘോഷത്തോടൊപ്പം ആയിരിക്കണമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ വലിയ സമ്മാനം മിക്കായേൽ, കാരൽ വലിയ ഐശ്വര്യമായി സന്തോഷമായി അവരുടെ കുടുംബജീവിതം തുടങ്ങട്ടെ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലോർക്കാം. ഈ ആഘോഷങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ കാരണമായിരിക്കുന്ന തമ്പുരാനെ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാം മനോഹരമായി നിന്റെ ഹിതമനുസരിച്ച് നടക്കപ്പെടും എന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ ഈ സന്തോഷത്തിന് കാരണമായിരിക്കുന്നത് മിക്കായേലും കാരലുമാണ്. അവരുടെ ജീവിതത്തിന് നൽകപ്പെട്ട എല്ലാ നന്മകൾക്കും അവരുടെ ജീവിതത്തിൽ നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനമായ കുടുംബജീവിതം കാരലിന് ഏറ്റവും വലിയ സമ്മാനം തമ്പുരാൻ ഇന്ന് നൽകി. മിക്കായേലിന് ഏറ്റവും വലിയ സമ്മാനം തമ്പുരാൻ നൽകി കാരൽ. ഇതിലും വലിയ സമ്മാനം ഈ ലോകത്തിൽ ഇവരുടെ ജീവിതത്തിന് തമ്പുരാൻ നൽകുകയില്ല, നൽകപ്പെടുകയുമില്ല. ഇതാണ് ഏറ്റവും വലിയ സമ്മാനം എന്ന നിലയിൽ തമ്പുരാൻ്റെ കരങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ ആഘോഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തട്ടെ. കാവൽ മാലാഖമാരുടെ കരുതൽ ഞങ്ങളുടെ ജീവിതത്തിനെന്നും താങ്ങാകട്ടെ. ഈശോയുടെ ആശീർവാദത്താൽ ഞങ്ങളുടെ ആഘോഷം മനോഹരമാകട്ടെ എന്ന് തിരുസന്നിധിയിൽ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും.
ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി കാരലിനെയും മിക്കുവിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെൻറ്ററിലുള്ള ക്യാൻഡിൽ കാരലും മിക്കുവും ചേർന്നും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ക്യാൻഡിൽസ് അവരുടെ പാരൻസും സിബ്ലിങ്സും ചേർന്ന് തെളിക്കുന്നതാണ്. Candles are the symbol of unity and love, അല്ലേ? പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ഭദ്രദീപം തെളിക്കുന്നത്. എന്നും ഇതുപോലെ തന്നെ ഇവരുടെ ജീവിതം പ്രകാശപൂരിതമാവട്ടെ, കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ വിളക്കായി മാറാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. കേക്ക് കട്ടിംഗ് സെറമണിയാണ് നമ്മുടെ ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണല്ലോ ഇവർ. അതുകൊണ്ട് തന്നെ നമ്മളും കേക്ക് നമ്മുടെ മെയിൻ സെന്ററിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെയും ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്റ്റേജിന്റെ സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേക്ക് ഈസ് ദ സിംബൽ ഓഫ് ഹാപ്പി മാരീഡ് ലൈഫ്, അല്ലേ? അപ്പം ഇവരുടെ ജീവിതം വളരെയധികം ഹാപ്പി ആയി തരട്ടെ. Ladies and gentlemen, give a huge round of applause. നല്ലൊരു കൈ നൽകി അവർക്ക് വേണ്ടി. Today, we are gathered here to bless the splendid couple, Mikhail and Carol, and I'm honored to be proposing a toast for them. For those who don't know me, I'm Austin, a cousin of Mikhail, aka Miku. What do I say about Miku? I have known him all my life. We have basically grown up together and share a close bond. Academically, Mikhail has completed his MBA in finance. He has always been popular among his friends, a pro at sports, and has a passion for cars that's in our blood. He can cook up some amazing dishes. Kyle, please make a note of this. Because basically, he's an amazing guy, and I'm sure he'll be an amazing husband too. Moving on to the bride, Carol, a simple and soft-spoken person herself. She is a graduate and also my senior in a college. I'm sure she'll succeed to keep the love and communication alive in the relationship. So ladies and gentlemen, hope you already have your wine glass ready. Request you all to kindly stand up and join me in raising a toast to this wonderful couple, Mikhail and Carol. To Mikhail and Carol. Mikhail and Carol, yes. Audience നോക്കി cheers പറഞ്ഞേ. Yes, cheers. Yes, ladies and gentlemen, give a huge round of applause. നല്ലൊരു കൈ നൽകി അവർക്ക് വേണ്ടി.
ഇവർ രണ്ടുപേരും പരസ്പരം കൈ ഹോൾഡ് ചെയ്ത് വൈൻ ഷെയർ ചെയ്യുക. അടുത്തായൊരു ബ്രൈഡൽ മാച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഷൂട്ടാനെയും കപ്പിൾസിനെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും വേദിയിലേക്ക് പോരെ. മാരീഡ് ആയിട്ടുള്ള എല്ലാ കപ്പിൾസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാരീഡ് കപ്പിൾസ് എല്ലാവരും വേദിയിൽ എത്തിച്ചേരാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. Congratulations on the wedding, Karol and Mikhail. For those who don't know me, I am Karol's personal punching bag. The vaguest of my childhood memories is she building a seesaw out of the new sofa Papa had bought. Papa knew that she would become an engineer from that point of time. But true story though. Not what our engineer avana party vettita true story aanu idu baaki alla alla engineer ai continue. Karol, she is a giver. She loves nature so much so that she poured a ritualistic daily glass of manyal pal onto the pot. Avalude love towards nature first hand kannengil avalku paalu kodutha madi. Credit where it's due. If not for Karol, I would have failed in all my maths paper. She made it a point to help me in my 10th board exams, even though she had her 12th board exams the next day. And finally, I would like to end by welcoming Mikku into our family, wishing you both all the best and all of God's graces. Thank you, Charles. ഇനി അടുത്തതായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവർക്ക് കുറേ സർപ്രൈസ് ഒക്കെ കൊടുത്തല്ലേ, അപ്പൊ ഇവരൊന്ന് നമ്മൾ എന്റർടൈൻ ചെയ്യിക്കട്ടെ അല്ലേ? യെസ്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കപ്പിൾ ഡാൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു കൈയ്യടി നൽകാം. I found a love for me. Well, darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone
waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time, but darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, we're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. അടുത്തതായി നമ്മുടെ മിക്കുവിനെ പറ്റി നമുക്കറിയാം. ഓൾവേസ് മോനിക്കയേക്കാൾ നന്നായിട്ട് മിക്കുവിനെ പറ്റി പറയാൻ വേറെ ആരും ഉണ്ടാവില്ല. മോനിക്ക വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I would like to invite Monica on the stage. Good evening everyone, and hello to everyone who is watching the function live, if at all you're still watching. Thank you for bearing with us. And to all the non-Mallus out there watching, I'm going to go back and forth between Malayalam and English, so please bear with me again. അപ്പോൾ let me start by thanking someone special. Okay, ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഡാഡി മമ്മീനോടാണ്. ഈ ഫംഗ്ഷൻ ഇത്രയും നന്നായിട്ട് അറേഞ്ച് ചെയ്തതിനും ഭംഗിയാക്കിയതിനും പിന്നെ തൊട്ട് ഇറക്കിയതിനും താങ്ക്സ്. അതുപോലെ സിജു ചേട്ടനും ഓൾസോ, ആൻഡ് ലതാൻറ്റി ആൻഡ് മാത്യു അങ്കിൾ ആസ് വെൽ. പിന്നെ ഇവിടെ വന്ന എല്ലാവരോടും ഈ ഒരു സാഹചര്യമായിട്ട് പോലും നിങ്ങളെല്ലാവരും വന്ന് ഈ പരിപാടി അടിപൊളിയാക്കാൻ കാണിച്ച എഫേർട്സിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും വെറുതെ പറയാം. ഞങ്ങളുടെ ഫാമിലിയും കാരലിൻ്റെ ഫാമിലിയും വർഷങ്ങളായിട്ട് ഭയങ്കര ക്ലോസാണ്. മമ്മിയും ലതാൻറ്റിയും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു അമ്മ പെറ്റ അമ്മായിമ്മമാരെ പോലെ തന്നെയാണ്. അവർ ഇങ്ങനെ ഞായറാഴ്ചകളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇരട്ടകളെ പോലെ സെയിം സാരി, ഇപ്പോൾ കണ്ടില്ലേ, സെയിം സാരിയൊക്കെ എടുത്താണ് വരാറ്. എന്നാൽ ഇവിടെ ചോദിച്ചാൽ അവർ പറയും, ഇല്ല ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടെ മനപ്പുറത്താന്ന് അവർ പറയും. അതുപോലെ ഞാനും കാരൽ തമ്മിൽ ചിലപ്പോൾ തുടങ്ങി ഞങ്ങളറിയാം. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുപാട് ഫങ്ഷൻസിന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു ഡാൻസ് ക്ലാസ്സിലായിരുന്നു, ഒരു സ്കൂളിലായിരുന്നു. അന്നൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവളുടെ കല്യാണത്തിന് ഇവിടെ വെറ്റിലപ്പാറയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഡാൻസ് കളിക്കും എന്ന്. അപ്പോൾ കാരൽ, ഐ നോ ഇറ്റ്സ് ടു ലേറ്റ് നൗ, ബട്ട് ലെറ്റ് മീ വാർൺ യു, we are a crazy family, okay? Not just the extended family, even the four of us, we are mad people. So all the best. And Mikku has always been like how a typical elder brother is, irritating as hell, okay? So now since you're married to him and now since you're in his life, I hope he will leave me alone, okay? പിന്നെ മിക്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറുക്കൻ എവിടെ കിട്ടും അല്ലേ? ഇത്രയും നല്ല ഒരു സൽസ്വഭാവി, സുന്ദരൻ, സുശീലൻ, ഹാർഡ് വർക്കിംഗ്, ഡീസന്റ്. മിക്കുന്ന് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ അവനെ കുറിച്ച് പറയണമെന്ന്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല. സോ താങ്ക് യു എവ്രി വൺ ഫോർ കമ്മിങ്. Also, I want to take a moment and remember all those people who couldn't be here for various reasons. Mikkude godparents, George uncle and Ammukutti auntie live കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡേസി ആൻറ്റി, ടീം ന്യൂസിലൻഡ്, ഞങ്ങളുടെ ഗ്രേസി ആൻറ്റി, പോൾ അങ്കിൾ, പിന്നെ നമ്മുടെ ദുഫൈക്കാരൻ തോമസ് അങ്കിൾ, പിന്നെ all our cousins who are missing the function. I terribly miss you guys. എല്ലാവരുടെയും പേരെടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കറിയാലോ ഞങ്ങൾ കുറേ പേരുണ്ട്. പിന്നെ all of Carol's family couldn't be here. കാരലിൻ്റെ 2 അമ്മമ്മമാർ കണ്ണൂരിലുള്ളവർ, ഐ എം ഷുവർ they must be showering you with their blessings.
പിന്നെ ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് എ മൊമെന്റ് ആൻഡ് ടോക്ക് അബൌട്ട് അവർ ഡിപ്പാർട്ടഡ് സോൾസ്. അപ്പാപ്പൻ അമ്മാമ, നമ്മുടെ സോപ്പേട്ടൻ അമ്മാമ, സിമ്മി ചേച്ചി. ഐ എം ഷുവർ ദേ ഓൾ വാണ്ടഡ് ടു ബി ഹിയർ. പിന്നെ all of Miku's friends who are watching, पार्टी ज़रूर लेना इससे, ओके? ये मुझे पता है, तुम लोग को पता है कितना शाना है ये, तो अगर इसने नहीं दिया तुम लोग इसको पीटते टाइम मैं भी रहूँगी तुम लोग के साथ, ओके? പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഈ കല്യാണത്തിൻ്റെ ബ്രോക്കർ ആയ മിസ്റ്റർ ടി.എ. വർഗീസ് ആൻഡ് മേരി വർഗീസ് ആണ്. പപ്പ അമ്മായി US-ൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പ അമ്മായി താങ്ക്സ് അ ലോട്ട്. പിന്നെ വിനീഷ്, പിങ്കി, ഐ സോ വിഷ് യു ഗൈസ് വർ ഹിയർ റൈറ്റ് നൗ. ഐ കാൺട്ട് ബിലീവ് ദാറ്റ് യു ഗൈസ് ആർ നോട്ട് ഹിയർ ഫോർ മിക്കൂസ് വെഡിങ്. പിന്നെ ഫംഗ്ഷൻ അടിപൊളിയാക്കാൻ സഹകരിച്ച എല്ലാവരോടും ഓൾസോ ഷീബ ആൻറ്റി, സാബുങ്കൽ ആസ് വെൽ, ഖത്തറിൽ എനിക്കറിയാം നിങ്ങൾ കാണുന്നുണ്ടെന്ന്. വി മിസ് യു ആസ് വെൽ. പിന്നെ ഫംഗ്ഷൻ അടിപൊളിയാക്കാൻ സഹകരിച്ച എല്ലാവരോടും, കസിൻസ്, അങ്കിൾ, ആൻറ്റീസ്, ഫ്രണ്ട്സ്, എല്ലാവരുടെയും പേരെടുക്കുന്നില്ല കാരണം കുറേ പേരുണ്ട്. എല്ലാവർക്കും നന്ദി. പിന്നെ മിക്കു ആൻഡ് കാരൽ, ഐ വിഷ് യു ഗൈസ് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു മോനിക. യെസ്, ഇതിൽ നന്നായിട്ടൊരു സ്പീച്ചിന് മിക്കുവിനെ പറ്റി പറയാനില്ല അല്ലേ? യെസ്, നല്ലൊരു കാര്യം കൊടുക്കാം മോനികയ്ക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാർട്ടാണല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം അറ്റാച്ച്ഡ് ആവുന്നതും ഏറ്റവും അധികം സ്നേഹിക്കുന്നതും നമ്മുടെ ഫ്രണ്ട്സിനെയാണ്. യെസ്, അപ്പം ഞാൻ വേദിയിലേക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരലിൻ്റെ ഫ്രണ്ടാണ്. സാർ പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ഞാൻ സാറ, കാരലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ല, ലൈക്ക് ഐ സർവൈവ്. ഞാൻ ഇതുവരെ ജീവനോടെ ഉണ്ട്. ബിക്കോസ് ചെറുപ്പത്തിലെ ഇവളെങ്ങനെയായിരുന്നു എന്നുള്ളത് ലതാൻറ്റിക്കും എൻ്റെ അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. അമ്മ ഇപ്പോഴും വരുന്ന വഴിക്ക് പറയായിരുന്നു എൻ്റെ അടുത്ത്, ഇവൾക്ക് ഇങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പം ഭിത്തിയെ കൂടി ഇങ്ങനെ കയറാൻ പറ്റുകയാണെങ്കിൽ അതും അവൾ ചെയ്തേനെ. ബിക്കോസ് അത്രയ്ക്ക് ഹൈപ്പർ ബേബി ആയിരുന്നു, ഹൈപ്പർ ഗേളായിരുന്നു. ലൈക്ക് രാവിലെയൊക്കെ, പ്രത്യേകിച്ച് ഹോളിഡേയ്സ്, ഞങ്ങൾക്ക് തേഴ്സ്ഡേയ്സ്, മോണിക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് തേഴ്സ്ഡേയ്സ് ആയിരുന്നു ഹോളിഡേ. അപ്പം തേഴ്സ്ഡേ 8 o'clock ആകുമ്പോൾ ഇവൾ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. വന്നിട്ട് എന്നെ അടിയാണ്, വാ നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോവാം, വാ കളിക്കാം. ഇവൾക്കിങ്ങനെ 24 മണിക്കൂറും കളിക്കണം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവളുടെ ഏറ്റവും വലിയ വിഷമം, ലൈക്ക് ഇനിയിപ്പോൾ ചാലക്കുടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മസ്തി ചെയ്യാൻ പറ്റുമോ, ലൈക്ക് അവൾക്ക് കുറേ മസ്തി ചെയ്യണം, അത് മാത്രമാണ് ഇവളുടെ മെയിൻ എയിം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലൈക്ക് എനിക്കറിയില്ല, ഞാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് Carol, she owns a very, very beautiful heart and also innocent heart. Like ഭയങ്കര innocent ആണ്. She's really lovely. പിന്നെ എന്താ, ലൈക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ തമ്മിലൊരു സെൽഫീസ് ഇല്ല കേട്ടോ. ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാന്ന് എല്ലാവരും പറയും. ബട്ട് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങൾ. Like we rarely talk, like maybe yearly once or twice അങ്ങനെയായിരിക്കും ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. ബട്ട് വെൻ വി മീറ്റ് ആ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. ലൈക്ക് ഞങ്ങൾ ഇന്നലെ കണ്ട് സംസാരിച്ച പോലെ അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അത്രയ്ക്ക് ഡീപ്പാണ്. ലൈക്ക് എന്താ, അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഒരു ലൈക്ക് ഭാഗ്യം ഉണ്ടായുള്ളൂ ഇവളുടെ ഫ്രണ്ട്സിൽ ഇവളുടെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ലൈക്ക് ഭാഗ്യം എനിക്ക് മാത്രമേ ഉള്ളൂ. ഓൾസോ ലഡു ആൻഡ് ഫെൽസിയ എൻ്റെ അടുത്ത് വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലി. സോ ആ വിഷസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ഓൾ ദ ബെസ്റ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മൾ ഇത്ര നേരം അടിച്ചു പൊളിക്കുകയായിരുന്നു. യെസ്, പിന്നെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഏകദേശം ഫംഗ്ഷനൊക്കെ തീരാനായി. അപ്പം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് അടിച്ചു പൊളിക്കണ്ടേ? യെസ്, അപ്പം അതിനായിട്ട് വേണ്ടിയിട്ട് എല്ലാവരെയും, ആരും മാറി നിൽക്കരുത്, എല്ലാവരെയും ഞാനിവിടെ, നമ്മളിവിടെ കസിൻസ് ചേർന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ആൻറ്റി, അങ്കിൾസ്, കുട്ടിപ്പട്ടാളംസ് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Oh God, one more remix. धड़काए और सीटी
बजाए, दिल धड़काए, सीटी बजाए, बीच सड़क पे नखरे दिखाए सारे, हो करके इशारे, हो लड़की हो लड़की ओ लड़की आंख मारे ओ लड़की आंख मारे ओ लड़की आंख मारे। Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായി പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. Shoot, shoot.
न जाने वो भी न जाने, नैनों के रंग नैना जाने, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। मैं छुड़ाई घर बार मेरा ओ मखना वे मखना, अब तू ही है संसार मेरा ओ मखना वे मखना, ये पागल सा है प्यार मेरा ओ मखना वे मखना। मैं छुड़ाई घर बार मेरा ओ मखना। नवराई माझी लाडाची ग, आवड हिला चंद्राची चंद्राची ग, नवराई माझी नवसाची ग, अप्सरा जशी इंद्राची इंद्राची ग। तू होगी 1 2 2 ओ कुड़िए what to do, ओ हो गई मुंडे दी पतंगा वर्गी, तू एवें उड़दी ओ हो गई मुंडे दी, हिला ते चलदी टुक टुक तू करदी, मेकअप तू करदी आ, अंग्रेजी पढ़दी गिट पिट तू करदी, जिम्मे क्वीन साडी विक्टोरिया, तू कंटी बिग बैन दी, पूरा लंडन ठुमकदा ओ जदों नचे पैन दी, पूरा लंडन ठुमकदा, तू घंटी बिग बैन दी, पूरा लंडन ठुमकदा ओ जदों नचे पैन दी, पूरा लंडन ठुमकदा। पंजाब दा पुत्तर है पिंड जलंधर, यार वही वही अखियों से किल करदा, किंग टाइप दा है टंग लाइफ दा, यार वही वही खेतां विच चिल करदा। Do it my way, नहीं ते highway, इनको फर्क यारों की ही पहनदा। Whiskey whiskey on whiskey यारा दा ईमान, whiskey उस विच पैण हो तो होर वधिया, pretty pretty face जिते जट्टा always, होते मां वल्ला डण हो तो होर वधिया। പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ചേമന്തിച്ചേലം കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, ഏതാരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ, കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലല. ജില്ലം 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 ജില്ലല, ജില്ലം ജില്ലം
का तुम का बताई अब का समझाई, बड़ी दुर्घटना है मुश्किल बचना है। चला ऐसा चक्कर उठी ऐसी आंधी, बड़ी हमका करनी बड़ी कूदा फांदी, बड़ी लंबी चौड़ी हुई भागा दौड़ी, दिन रात जो हमने जाग जाग की ऐसी भागम भाग कि हम कभी ही आ गए कभी हुआ गए, कभी ही आ गए कभी हुआ गए, कभी इधर भगे कभी उधर भगे, फिर तुमने दिया ये पान तो आई हमारी जान में जान, तो आई हमारी जान में जान, तो आई हमारी जान में जान। हो खाई के पान बनारस वाला, खाई के पान बनारस वाला, खुली जाए बंद अकल का ताला। हो खाई के पान बनारस वाला, खुली जाए बंद अकल का ताला, फिर तो ऐसा करे धमाल सीधी कर दे सबकी चाल। हो छोरा हो छोरा हो छोरा गंगा किनारे वाला, हो छोरा गंगा किनारे वाला। सलाम सलाम मोहम्मद सलाम सलाम, या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह, जिंदगी जसीम जालिक मुबारक सलाम सलाम, या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। പതിനാലാം രാവിന്റെ തിരപോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളി വെള്ളക്കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളി വെള്ളക്കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ। जिंदगी सलाम सलाम मोहम्मद सलाम सलाम, या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह, जिंदगी जसीम जालिक मुबारक सलाम सलाम, या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह। The floor baby, hit it hard baby, rock the party baby, patu lengi podi. On the floor baby, hit it hard baby, rock the party baby, patu lengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. On the floor baby, hit it hard baby, rock the party baby, patu lengi podi. मस्त मस्त मेरे प्यारे प्यारे बड़े चकदे चकदे जोश जोश जोर जोर से नाचे कामोरे, दिख दिख दिल मस्त मस्त मेरे प्यारे प्यारे बड़े चकदे चकदे जोश जोश जोर जोर से नाचे कामोरे। ഹേ താലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ, ഹേ താലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ, കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ. सारा ज़माना माना बस्ताना तेरे इरादे पे डूबे दीवाना। കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ. फूल मुसीबत बोल मुबारक ढोल उठाओ रे, जिंदगी
भी नहीं होनी। ठंडे की बोतल में तेरा ओपनर तुझे गट गट मत पी लूं। कोका कोला तू, शोला शोला तू। ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസെടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച്
Oh my God, these feelings just begun. I'm saying things I've never said, doing things I've never done. Oh my God, when I see you I shoot it right. But I'm frozen in motion and my head tells me to stop. Feelings I feel about us. Try to fight it but it's never enough. My heart is hurting, it's more than a crush. Cause I'm frozen in motion and my head tells me to stop. But my heart goes bum, 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 bum. Cause my heart goes bum, 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 oh my God, can't believe what I've become. I'm thinking things I shouldn't think, singing songs I've never sung. Oh my God, when I see you I should run. But I'm frozen in motion and my head tells me to stop.